മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അയോഗ്യതാ നടപടികൾ ആലോചിക്കുകയാണ് നിയമസഭ. വിഷയം നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചിരിക്കുകയാണ്. രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുടെ ഉപദേശം തേടുമെന്നും സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായി ബലാത്സംഗ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്പീക്കർ പറഞ്ഞു. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന് ശനിയാഴ്ച അർദ്ധരാത്രി 12:30ഓടെയാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് അയച്ചു. പിന്നാലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നതടക്കമുള്ള ഗുരുതര പരാമർശങ്ങൾ അടക്കം അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. കേസെടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതി പരാതിക്കാരിയെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും MLA എന്ന അധികാരം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാനും പരാതിക്കാരിയെ സൈബർ ആക്രമണങ്ങളിലൂടെ മാനസിക സമ്മർദ്ദത്തിലാക്കാനും സാധ്യതയുണ്ടെന്നും പോലീസ് വിവരിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള കേസിൽ 10 ദിവസത്തോളം ഒളിവിൽ പോയി നിയമത്തെ വെല്ലുവിളിച്ചയാളാണ് പ്രതി. നിലവിൽ പരാതിക്കാരിയുടെ ജീവന് തന്നെ രാഹുൽ ഭീഷണിയാണെന്നും അവരുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അതിനിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഏറെ പണിപ്പെട്ടാണ് രാഹുലിനെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയത്. ആശുപത്രിയിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിരുന്നതെങ്കിലും പ്രതിഷേധക്കാരെ തടയാൻ പോലീസിനായില്ല. തുടർന്ന് കൂടുതൽ പോലീസുകാരെത്തിയാണ് രാഹുലിനെ ആശുപത്രിയുടെ അകത്തേക്ക് കയറ്റിയത്. ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ ഉദിച്ചു വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാനൽ ചർച്ചയിലൂടെ താരമായി. ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും പിന്നാലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA-യുമായി. വളർന്നു വന്ന അതേ വേഗത്തിൽ തന്നെയാണ് രാഹുൽ വീണതും. MLA എന്ന നിലയിൽ 1 വർഷം തികയും മുമ്പ് നിരവധി ബലാത്സംഗ കേസിൽ പ്രതിയായി ഇപ്പോൾ പാലക്കാട് MLA ജയിലിലായിരിക്കുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഇനി ഒരു വരവ് രാഹുലിന് അസാധ്യമാണെന്ന് തന്നെ പറയാം. ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പോയി. പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷൻ, പരാതികൾ രണ്ടായതോടെ പുറത്താക്കലും. കടുത്ത തീരുമാനം തന്നെ കോൺഗ്രസ് എടുത്തെങ്കിലും പാർട്ടിക്കുള്ളിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഏറെയായിരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും രാഹുലിനു വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും നിരന്തരം പ്രവർത്തിച്ചു. പഴയ A ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇതുകൂടാതെയാണ് സോഷ്യൽ മീഡിയ ടീമിനെ ഉപയോഗിച്ചുള്ള പ്രചരണങ്ങളും ആക്രമണങ്ങളും. രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന കടുത്ത നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെ നടന്ന കടുത്ത സൈബർ ആക്രമണം ഈ സംഘങ്ങളുടെ പണിയാണ്. കേക്കച്ചൻ എന്ന പേര് നൽകിയാണ് സതീശനെ ഇക്കൂട്ടർ ആക്രമിച്ചത്. ഇതുകൂടാതെ നിയമസഭയിൽ വരേണ്ട എന്ന നേതാക്കളുടെ നിർദ്ദേശം പോലും പാടെ തള്ളി രാഹുൽ എത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് ആദ്യ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. അന്ന് മുങ്ങിയ രാഹുൽ പിന്നെ പൊങ്ങിയത് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് ശേഷമാണ്. പിന്നാലെ പാലക്കാട് സീറ്റ് വീണ്ടും ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി രാഹുൽ സജീവമായി. സീറ്റ് നൽകരുതെന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് PJ കുര്യനെ കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റിപ്പറയിപ്പിക്കുന്ന തരത്തിലാണ് രാഹുൽ ഓപ്പറേഷൻ നടത്തിയത്. എന്നാൽ അപ്പോഴും തനിക്കെതിരെ പോലീസ് കരുക്കൾ നീക്കുകയാണെന്ന് മാത്രം രാഹുൽ അറിഞ്ഞില്ല. പരാതി ലഭിച്ചതും ഇരയുടെ മൊഴിയെടുത്തതും എല്ലാം അതീവ രഹസ്യമായിട്ട്. പിന്നാലെ ഇന്ന് പുലർച്ചയ്ക്ക് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നും അപ്രതീക്ഷിത അറസ്റ്റും. കേസിൽ ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കാര്യം അവസാനിച്ചു കഴിഞ്ഞു. എത്ര അഗ്നിശുദ്ധി വരുത്തിയാലും ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. കൂടാതെ മാസങ്ങൾക്കപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടം സ്വയം വിളിച്ചു വരുത്തിയതാണെന്ന് മാത്രമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ.